ഹലോ ഗൈസ്, ഞാനാണ് നിങ്ങളുടെ TF ഗെയിമിംഗ്. നമ്മളിന്ന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ ഗെയിം പ്ലേ വീഡിയോ ആണ്. അതല്ലാതെ ഗെയിം പ്ലേ വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് ചില ട്രിക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. വേറൊന്നുമല്ല, നമുക്ക് എനിമീനെ എങ്ങനെ പ്രാങ്ക് ചെയ്യാം, എയർ ഡ്രോപ്പിൻ്റെ അകത്ത് കയറിയിരുന്നെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുമല്ലാതെ ഗൺ ക്ലോറി ചില ഗണ്ണിന് മാത്രം പെട്ടെന്ന് കയറാനുള്ള ട്രിക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതുമല്ലാതെ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സിനും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. റാങ്ക് കണ്ടിന്യൂസ് ബൂയ സ്ട്രൈക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കോംബോ ഇട്ടുണ്ട്, ക്യാരക്ടർ കോംബോ ഇട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡുവോ വിളിച്ചു, സ്കോഡിനെക്കാട്ടും നല്ല ഡുവോ ആയിരിക്കും. കണ്ടിന്യൂസ് ബൂയ സ്ട്രൈക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ കണ്ടിന്യൂസ് ബൂയ സ്ട്രൈക്ക് എടുക്കുന്നതാണ്. അതുപോലെ ഗൺ ക്ലോറി എളുപ്പത്തിൽ കയറ്റാൻ പറ്റും, റാങ്കും എളുപ്പത്തിൽ തന്നെ കയറ്റാൻ പറ്റും. നമ്മളൊന്നും നോക്കിയാൽ ലോബി നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ക്ലോക്ക് ടവറിൻ്റെ ഇപ്പുറത്ത് ആ ചെറിയ വീട്ടിൽ ചെറുതല്ല വലിയ വീട്ടിൽ നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ആദ്യം നമ്മളിവിടെ വന്നിരിക്കും, എന്നിട്ട് നമ്മൾ കയറി അടിക്കും. എല്ലാം മുഴുവനായിട്ട് കണ്ടോ, ട്രിക്കൊക്കെ നമ്മൾ കാണിച്ചു തരാം. ചിലതൊക്കെ നമ്മുടെ ഭാഗ്യം പോലിരിക്കും കേട്ടോ. എപ്പോഴും നമുക്ക് എന്തായാലും ഞാൻ ടോപ്പ് 10 മിക്കവാറും പിടിക്കും. അതുപോലെ കണ്ടിന്യൂസ് ബൂയ സ്ട്രൈക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ട് കുറേ തവണ. ഈ ക്യാരക്ടർ സ്കില്ലും ഇവിടെ വേണം ഞങ്ങൾ മെയിനായിട്ട്. MP5 M10 ഇതിനൊക്കെ ഗൺ ക്ലോർ കയറ്റാൻ പറ്റിയ സ്ഥലം ഇതാ. എനിമിനെ സ്പോട്ട് ചെയ്ത് ടീമേറ്റ്, ഞാൻ അവനെയും തപ്പി ഓടുക. തപ്പിയിട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ പുല്ലില്ല. അപ്പം പറഞ്ഞ് എനിമിയാന്ന് കൊടുത്ത് അത് ഗുമ്മിക്കുന്നു. ഇങ്ങനത്തെ ഒരു ടീമേറ്റ് നിങ്ങൾക്കുണ്ടോ? ചെറുതായിട്ട് അവന് ഒരു 15-10 HP ഡാമേജ് കൊടുത്ത് കില്ല് മൊത്തം കൊണ്ടുപോകും. എന്നാൽ ഞാൻ ഇവനൊട്ടേ കളിക്കാനും വിളിക്കത്തുള്ളൂ. അങ്ങനത്തെ ടീമേറ്റ് ഉണ്ടെങ്കിൽ അവന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്ക് തീറ്റിയാണ് ഗൈസ്. നമുക്ക് MP5 എപ്പോൾ കിട്ടുന്നോ അതുവരെ നമ്മൾ കേക്ക് ചെയ്യും. നമ്മളെ ക്യാരക്ടർ വണ്ടി ഇരുന്ന് ആടിയിട്ടില്ല, മിഷൻ ഇട്ടേക്കണം. BR കളിക്കുമ്പോൾ പുഷിങ്ങിന് മിഷൻ മസ്റ്റാണ്. നമ്മൾ നേരെ പോയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൻ്റെ കൂടെ അല്ല, നമ്മൾ വോയിസ് വേറെയാണ് കൊടുക്കുന്നത്. അതാണ് കുഴപ്പം. ലാഗാണ് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കൊടുത്താൽ. അതാ ഇല്ലേ പിന്നെയും കുഴപ്പമില്ല. എന്നാൽ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ലാഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓഡിയോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല ഫോൺ. നിങ്ങളുടെ ഫോൺ ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നോക്കാമല്ലോ, നമുക്ക് ആരുടെയൊക്കെ ഫോൺ ഒരുപോലെ ആണെന്നും നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ എത്ര കൂടിയ ഫോണുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. എല്ലാവരും ഐഡിയയും കൂടെ കമൻറ്റ് ചെയ്യുക. BR പുഷ് ചെയ്യാൻ താല്പര്യമുള്ളവർ ID കമൻറ്റ് ചെയ്താൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുന്നതായിരിക്കും. നമുക്ക് BR ഒരുമിച്ച് പുഷ് ചെയ്യാം. നൈറ്റും കാണും രാവിലെയും കാണും. നമ്മൾ വണ്ടി ഇട്ട് അതിൻ്റെ ഒരു അച്ചട്ടിൽ നമ്മൾ പാർക്ക് ചെയ്യണം മര്യാദക്ക്. വണ്ടി നമ്മളെപ്പോഴും പാർക്ക് ചെയ്തില്ല. മെയിനായിട്ട് എനിമി അടിച്ച് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പാർക്ക് ചെയ്തിടുന്നത്. ഇല്ല ഏതെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വണ്ടി ആദ്യമേ അടിച്ച് പൊട്ടിക്കും. അത് അവന്മാരെ അടിക്കണം. അവർക്ക് ഈ വണ്ടി കിടക്കുന്ന കാണുമ്പോഴേ ഇച്ചിരി കടിയ. ബാക്ക് എല്ലാം കിട്ടി കേസ്, വേറെ ഒന്നുമില്ല. MP5 വന്നില്ല, ചിപ്പും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നമുക്കാദ്യം നോക്കാം. അതുകൊണ്ട് MP5 കളിക്കുന്നവർ ഇതെന്തായാലും വാങ്ങിച്ചിടുമെന്നാണ് എൻ്റെ വിശ്വാസം. MP5 എനിക്ക് എന്തായാലും ഞാൻ ഇന്ത്യയിൽ കയറുന്നതാണ് കേസ്. ഞാൻ ഇറങ്ങി, ഇപ്പം ഞാൻ കളിക്കുന്നില്ല, കളിക്കണം. വീണ്ടും ഇന്ത്യയിൽ കയറണം. വേണേൽ പറയും ഉടായിപ്പാന്ന്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേസ്. ഞാൻ കയറിയതിൻ്റെ പ്രൂഫ് എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ കളിച്ചാണ് കയറിയത്. റാങ്ക് പുഷ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ 4 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. ഞാൻ ID ഇട്ടേ, ഞാൻ കയറി ചെക്ക് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന് സ്കോപ്പ് വേണം, അവന് പൈസ കൊടുത്ത് തന്നെ സ്കോപ്പ് വാങ്ങണം. ഞാൻ പറഞ്ഞ് എടാ കേക്ക് എന്നാൽ മതി കിട്ടും. അവന് പോരാ, അവന് പൈസ കൊടുത്ത് തന്നെ വാങ്ങണം. അവനൊക്കെ ടോക്കൻ്റെ വില അറിയത്തില്ല ഗൈസ്. സോൺ പുഷേഴ്സിന് എന്തായാലും ടോക്കൻ്റെ വില അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു സോൺ പുഷറായിരുന്നു. സ്കോഡ് കളിക്കുമ്പോൾ ചില സമയത്ത് പ്രഷറാവും, സോൺ പുഷറാവും. ആ വണ്ടി കയറിയിരുത്ത് എനിമീനെ വിളിച്ച് വരുന്നു പന്നി. കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുക, എന്നാൽ അവന് വൃത്തി പോരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും അവൻ അയച്ചു കൊടുക്കണം. ഞാൻ എമൗണ്ടിട്ട് അകത്തോണ്ട് പോകാൻ നോക്കിയതാണ് ഗൈസ്, പക്ഷെ നടന്നില്ല.
നമ്മൾ കേക്ക് തിന്നുക, അതാണ് മെയിൻ ലക്ഷ്യം. കേക്ക് തിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഗണ്ണ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൺ ക്ലോറി കയറ്റണമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ റാങ്ക് പുഷ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ബൂയ സ്ട്രൈക്ക് കിട്ടുന്നതായിരിക്കും, ഞാൻ കൺഫേം പറയാം. എനിക്ക് 6-7 ബൂയ സ്ട്രൈക്ക് ഇതുവഴി കിട്ടിയിട്ടുണ്ട്. MP5 എന്തായാലും ലെവൽ 1 ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും ലെവൽ 3 ആക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. നമ്മൾ സമയമുണ്ട് ഗൈസ്. സോണൊന്നും ഒരു വിഷയമല്ല ഈ ക്യാരക്ടറുണ്ട്. നിങ്ങളുണ്ടോ സോൺ അടിച്ചാൽ നമ്മൾ സോണിൽ നിൽക്കും, അങ്ങനെ വേണം. എന്നിട്ട് ലൂട്ടൊക്കെ സെറ്റായിട്ട് ഒരു ഹെഡ് ലിസ്റ്റ് ഇട്ട്, വേറൊന്നും വേണ്ട, ലൂട്ട് സെറ്റാക്കുക, വണ്ടി എടുക്കുക, ഹെഡ് ലിസ്റ്റ് ഇടുക. ഗൈസ് ട്രിക്ക് ഉണ്ടോ എല്ലാവരും? എയർ ഡ്രോപ്പ് വന്ന് വീണ് ഗൈസ്, എയർ ഡ്രോപ്പ് വീണിട്ടുണ്ട്. നേരെ നമ്മൾ ഡേറ്റ ഓഫ് ആക്കുക, ഇവിടെ ഇരിക്കുക, 5-6 അടി അടിക്കുക. അവിടെ ഇരുന്ന് നമ്മൾ അവിടെ തന്നെ, അവിടെ നിന്ന് ഓടിപ്പോയില്ല, അവിടെ തന്നെ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ബഗ് വരുന്നതായിരിക്കും. നമ്മൾ ഡ്രോപ്പിൻ്റെ അകത്ത് ഗൈസ്, നമ്മളിപ്പോൾ ഡ്രോപ്പിൻ്റെ അകത്തായിരിക്കുന്നത്. എനിമിക്കൊന്നും നമ്മളെ കാണത്തില്ല. ഞാൻ ടീമേറ്റിനെയും കൂടെ അകത്ത് കയറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അവൻ ഡേറ്റ ഓഫാക്കിയില്ല, അവൻ്റെ വൈഫൈയിലായിരുന്നു കളിച്ചത്. ഡേറ്റ ഓഫാക്കാൻ പറയുമ്പോൾ ബുദ്ധിമാൻ ഡേറ്റ ഓണാക്കി, ഓഫാക്കാനുള്ളതിന് അവൻ വൈഫൈ ഓണാക്കി കളിച്ചിട്ട് അവൻ ഡേറ്റ ഓണാക്കി. അവൻ്റെ ഓഫായിരുന്നു, അവൻ ഓണാക്കി. അതുകൊണ്ട് തന്നെ ബുദ്ധിമാൻ്റെയൊക്കെ കാര്യം. അവനവിടെ കേക്കിങ് ഗൈസ്. നമ്മളിത് ഫുള്ളാക്കി. എനിമിനെ പ്രാങ്ക് ചെയ്യാൻ പറ്റിയതാണ്. സാൻറ്റിനോയും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കാം. ഇതിൻ്റെ അകത്ത് സാൻറ്റിനോ ഇടുക, ഇറങ്ങിപ്പോയി അടിക്കുക, സാൻറ്റിനോ ഇടുക, ഇറങ്ങിപ്പോയി അടിക്കുക. അങ്ങനെ കളിക്കാൻ പറ്റും ഗൈസ്. നിങ്ങൾ ആദ്യം എനിമി ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കയറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവന്മാർ നെറ്റ് ഓഫ് ആക്കുമ്പോഴത്തേക്കും പടമാവും. കഴിഞ്ഞ കളി ഞാൻ അങ്ങനെ പടമായതാണ്, അതുകൊണ്ടാവാം. ഇതിൻ്റെ അകത്തിരുന്നാൽ മതി, എനിമി എന്തായാലും വരും നിങ്ങളുടെ അടുത്ത്. ഗ്രനേഡ് ഉണ്ടോ കുക്ക് ചെയ്ത് ഇറങ്ങി വെളിയിൽ പോകും. ഗ്രനേഡ് ഗൺ ഷോട്ട് പോകത്തില്ല ഗൈസ്. ഗൺ ഷോട്ട് ചില സമയത്ത് പോകുന്നതാണ്, കാരണം നമ്മൾ ഇച്ചിരി നീങ്ങിക്കാൻ നേരത്ത് ഗണ്ണ് വെളിയിൽ വന്ന് ഗൺ ഷോട്ട് പോകും. ഞാൻ അവനെ കയറ്റാൻ വേണ്ടി ലോഞ്ചിങ് പാഡ് ഇട്ട് നോക്കി, പക്ഷേ ലോഞ്ചിങ് പാഡ് വെളിയിൽ പോയി. അകത്താണ് കാണിച്ചത്, പക്ഷേ വെളിയിൽ പോയി ഗൈസ്. 12 ഗ്ലൂകളൊക്കെ ആയി, എല്ലാം സെറ്റാണ് ഗൈസ്. ലൂട്ട് ഫുള്ള് സെറ്റായി. ഇപ്പോൾ ചിപ്പ് ഒരു 2 ചിപ്പും കൂടെ കിട്ടിയ ഗൈസ്, സെറ്റാണ്, ഫുൾ സെറ്റ്. എല്ലാം മെഷീൻ കണ്ട് പോയി, എല്ലാം സെറ്റാണ് ഗൈസ്, എല്ലാം. എന്തുകൊണ്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് ലാഗുണ്ട്, എന്താണെന്നറിയത്തില്ല ഗൈസ്, ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നു ഗൈസ്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഈ ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓളിയും കുറച്ച് നോക്കുക. അതിൽ തല പെരുത്ത് ചത്തുക, ജമ്പിങ് ഓടും ഭയങ്കര കൂടുതൽ, ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. ചുമ്മാ അത് സീനൊന്നുമില്ല, നമുക്ക് ഇറങ്ങാനും പറ്റും കയറാനും പറ്റും, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് താഴോട്ട് വരാൻ നോക്കുക, ചെവി അടിച്ച് വേണ്ടി ഞാൻ ലാസ്റ്റ് ഓളി വിട്ട് ഗൈസ്. വയ്യ, കുഴഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓളിയും കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ കൂട്ടി നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി. നമ്മൾ എയർ ഡ്രോപ്പൊക്കെ തീർത്ത് പയ്യെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. നമുക്ക് ലൂട്ടാന്മാരൊക്കെ തമ്മിൽ തല്ലിട്ടതേ. ഇപ്പോൾ എത്ര എനിമി ഉണ്ടെന്ന് നോക്കി ഗൈസ്. ഇനി വെറും 13 പേരും കൂടെ ഉള്ളൂ. 13 പേര്. ഇപ്പോൾ ടോപ്പ് 10 അടിക്കും ഗൈസ്. ഇപ്പോൾ ടോപ്പ് 10 എന്തായാലും കൺഫേം പ്ലസ് ആണ്. ടോപ്പ് 10 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് കണ്ണ് കയറി അടിച്ചാലും 3 കില്ലെടുത്താൽ 100+ കൺഫേം ആണ്. ചില സമയത്ത് നമ്മൾ ഇപ്പോൾ പീക്കിൽ ഇറങ്ങി, അല്ലെ M10 പുഷ് ചെയ്യുന്ന M10 ഇപ്പോൾ ഒരാൾ കളിക്കുകയാണെന്ന് വെച്ചോ, അയാളുടെ 3, 4, 5 കില്ലെടുത്തെന്ന് വെച്ചോ, ചത്തുപോയി. ഇപ്പോൾ ഒരു 40 ലൈവ്സ് ഉണ്ട്, അല്ലെ പോട്ടെ ഒരു 30 ലൈവ്സ് ഉണ്ട്, അയാൾക്ക് പ്ലസ് കിട്ടത്തില്ല, 3-4 പ്ലസ്സേ കിട്ടത്തുള്ളൂ. ആ സമയം ടോപ്പ് 10 ആയപ്പോൾ കയറി അടിച്ചു കഴിഞ്ഞാൽ കൺഫേം പ്ലസ് ആണ്. എങ്ങനെ പോലും 50-60 100+ എന്തായാലും കിട്ടും ഗണ്ണിന്. അതുകൂടാതെ നമുക്ക് എന്തായാലും 20 മണ്ടക്ക് പ്ലസ്സും കിട്ടും. നമ്മൾ പയ്യെ ലൂട്ടൊക്കെ അടിച്ച് സെറ്റായിട്ട് പോകണുള്ളൂ ഗൈസ്. അതെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് ഇടാന്നുള്ളൊരു പ്ലാനാണ് നമുക്ക്. ഹിറ്റ് ലിസ്റ്റ് ഇടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോൺ ഷ്രിങ്ങായി വരുന്നതേ ഉള്ളൂ, സമയമുണ്ട്. ഇപ്പം നമ്മൾ ഗ്ലൂ വാൾ സെറ്റായിട്ടുണ്ട്, 12 ഗ്ലൂ വാളായിട്ടുണ്ട്. 14 കിട്ടേണ്ടത്, ഇപ്പോൾ 12 ഇട്ടുള്ളൂ. എക്സ്ട്രാ ഗ്ലൂ വാൾ സ്ലോട്ട് എല്ലാവരും വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്തായാലും PR അഡ്വാൻറ്റേജ് ആണ്, ഞാൻ എപ്പോഴും വാങ്ങും. മിക്ക പ്ലേയേഴ്സ് അത് വാങ്ങാറുണ്ട്. 14 ഗ്ലൂ വാൾ കിട്ടും, 4 ഗ്ലൂ വാൾ എക്സ്ട്രാ. ആ സമയത്തായിരിക്കും ചിലപ്പോൾ കളി മാറുന്നത്. ഗ്ലൂ വാളിന് പിന്നെ അറിയാലോ ഗൈസ്,
ഗെയിം ചേഞ്ചർ എന്നാണ് ഫ്രീ ഫയറിൽ അറിയപ്പെടുന്നത്. നമ്മൾ പയ്യെ ലൂട്ടടിച്ച് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ക്യാരക്ടർ ഏത് വേണമെന്ന് അറിയത്തില്ല. ഇൻഫിനിറ്റി ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്കൈലർ എടുത്ത്. അവൻ വൂക്കോങ് എടുത്ത്. അവന് വൂക്കോങ് വേണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ കേക്കിങ്ങും അവനതിങ്ങും. എല്ലാം സെറ്റാണ്. ലൂട്ട് മുഴുവൻ. ഇപ്പോഴെങ്ങാനും എനിമീനെ കിട്ടിയാൽ പൊളിക്കും. പക്ഷെ അതങ്ങനെയാണ്. നമ്മൾ ലൂട്ട് സെറ്റായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പുറകിൽ നിന്നൊക്കെ വന്ന് അടിച്ച് നമ്മളെ സ്ക്വാഡങ്ങ് വൈപ്പ് ചെയ്യും അവർ. ഇതാണ് എനിമി. നമ്മളടിച്ച 5 ഡാമേജോ അവനടിച്ച 50 ഡാമേജ് സെയിം ഗണ്ണിന്. എന്ത് കഷ്ടമാണ്. ഇനി ഈ ട്രിക്ക് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഈ ഡ്രോപ്പിൻ്റെ അകത്തിരുന്ന് എനിമീനെ പറ്റിക്കാൻ പറ്റും. കൈസ് അടി കിട്ടി. പൊട്ടി ഞാൻ കൈസ്. അവനെൻ്റെ തലയടിച്ച് പൊളിച്ച്. അവനാ മറ്റേ ക്യാരക്ടർ ഇട്ട് ഗ്ലൂവാണ്ട് അകത്തൂടെ തന്നെ ബാധിച്ചവൻ. ടീമേറ്റാണെങ്കിൽ കണ്ണടിച്ചുകൊണ്ടിരിക്കുക. അവനാണെങ്കിൽ മുന്നിൽ നിന്ന് പറഞ്ഞില്ല കൈസ്. നല്ല ഡാം കൊടുത്തു. അവൻ ഏത് കണ്ണിനും അടിക്കുകയും കരുതണം കൈസ്. നല്ല കയറി കയറുന്നുണ്ട് തന്നെ. വെസ്റ്റ് എൻ്റെ പൊട്ടിച്ച്. എനിക്കതാ വിഷമം. പന്നീൻ്റെ വെസ്റ്റ് പൊട്ടിച്ച്. അവൻ കൈറോസ് ഇട്ടിട്ടുണ്ട് കൈസ്. ഉറപ്പ് അവിടെ എനിമി നിൽപ്പുണ്ട് കൈസ്. ഞാൻ എനിമി സ്പോട്ട് ചെയ്യുന്നു. എമ്മറ്റപ്പിക്ക് അടിച്ച്. പക്ഷെ അവനെ കൊണ്ടില്ല. എല്ലാം കുക്ക് ചെയ്ത് എറിയാന്ന് വെച്ചപ്പോൾ ടീമേറ്റ് ഒന്ന് മുമ്പിരിക്കുന്നു. ഇവനെ അടിക്കണം. ഇവൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ തെണ്ടി പറഞ്ഞ കുറേ കളി പോയിട്ടുണ്ട് കൈസ്. മുമ്പിൽ കയറിയിരിക്കും. മാറത്തില്ലെന്ന് കൈസ്. നമ്മൾ കവർ പിടിച്ച് അവൻ എവിടെ നിന്ന് സ്പോട്ട് ചെയ്തിരിക്കുന്നു. അവൻ ഓടി കളിക്കുന്നവൻ. ഞാൻ ഒരു അടി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അവൻ കവറിൽ നിന്ന് മാറുന്നില്ല. അവൻ തലയും ഇടുന്നില്ല. ഞാൻ അടുത്ത ക്യാരക്ടർ എടുത്ത്. എന്തായാലും അവൻ കയറി വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ച് കാറെടുത്ത്. ഞങ്ങൾ പാർക്ക് ചെയ്ത് മെയിനായിട്ടിരുന്ന കാർ അവനെടുത്ത് കൈസ്. ഞാൻ കാറ് പൊട്ടിക്കഴിഞ്ഞാൽ പന്നിനും കൊല്ലും. അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒക്കെ അടിക്കും. ടീമേറ്റ് അവിടെ നിന്ന് ഇവനെ തീർക്കാമെന്ന് പറഞ്ഞ വിഷയം കാർ കൊണ്ട് ഞങ്ങൾ ഇടിച്ച് തീർപ്പിക്കാൻ നോക്കുക. ഞാൻ ഓർത്ത് കളി കയ്യിൽ നിന്ന് പോകുമെന്ന്. ഡാം പോട്ട്. പക്ഷെ പന്നി ആ പിന്നെയും ക്യാരക്ടർ ഇട്ട്. 2 ഗ്ലൂ ആൾട്ട്. ഗ്ലൂ ആളിൻ്റെ അകത്തോടെ എന്തായാലും അടിക്കാൻ പറ്റത്തില്ല. 2 ഗ്ലൂ ഇട്ടാൽ അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും ഞാൻ 2 ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ടീമേറ്റ് ആണെങ്കിൽ കിടന്ന് കറങ്ങി കളിക്കുക. ഞാൻ നേരെ പുഷ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പുഷ് ചെയ്തവനെ. M10 ഗൈസ്. 3 അടിയാൻ നോക്ക്. 3 അടിയെന്ന് പറഞ്ഞിട്ട് ഗൈസ് 4 ബുള്ളറ്റൊക്കെ പോയി. അതൊക്കെ അങ്ങനെ ചില സമയത്ത്. നമ്മൾ 3 ബുള്ളറ്റ് 2 ബുള്ളറ്റിനൊക്കെ ചില സമയത്ത് അവൻ ക്രോണ ഇട്ട് ഗൈസ്. ഞാൻ അവനെ കയറി ആ വൈപ്പായി. ഞാൻ റിവൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സിറിഞ്ച് കുത്തിയിട്ട് റിവൈവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവൻ റിവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇവിടെ റിവൈവ് ചെയ്യടാ. കുറേ തേറി വിളിച്ചവനെ. അതേ ഞാൻ മനസ്സിലായി. ഞാൻ പറഞ്ഞടാ നീ കുത്തിപ്പൊങ്ങല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു MP5 കിട്ടി ഗൈസ്. അങ്ങനെ MP5 നമ്മൾ എടുക്കണം വേണ്ടെന്ന്. പിന്നെ ടീമേറ്റ് പറഞ്ഞു വേണ്ട എന്തായാലും M10 കിട്ടിയാൽ M10 കളിച്ചോളാം പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ശരി M10 കളിക്കാം. MP5ൻ്റെ അടുത്ത പ്രാവശ്യമാണെങ്കിലും കിട്ടും. ഒരു 100+ അല്ലേ, കുഴപ്പമില്ല. അങ്ങനെ M10 എടുത്ത് ലൂട്ട് സെറ്റായി ഗൈസ്. സോണം നോക്കിയേ ഇല്ല. ഇനി എനിക്കൊന്ന് ചെറിയ ഉണ്ടാപ്പിട്ട് സോണായി. നമ്മൾ കുറച്ചും കൂടെ സെറ്റായി. ആ ടോക്കണും കൂടെ എടുത്ത് ഞാൻ പറയാം വിട്ടേക്കാൻ പാ. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ആടി കൊണ്ട് ചാവുമെന്ന് പറഞ്ഞു. സോൺ ലിറ്റ് നല്ല തുടങ്ങി. ഒന്നും ചെയ്തില്ല. നമ്മൾ വണ്ടി എടുത്ത് നേരെ ഒരു ഫുൾ മെഡ് അടിച്ച്. ഞാൻ സോൺ കയറാൻ ഫസ്റ്റ് ടൈമേ ഫുൾ മെഡ് അടിച്ച് സെറ്റായി. റിപ്പർ കിറ്റൊക്കെ യൂസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ വണ്ടി തുടങ്ങി. ഇനി എനിമീനെ കാണുവാണെങ്കിൽ കയറി അടിക്കാമെന്ന് നമ്മൾ പ്ലാനിലാണ് തുടങ്ങിയത്. പക്ഷെ ബാക്കിൽ നിന്ന് നല്ല കയറി കിട്ടി ഗൈസ്. വണ്ടി അവന്മാർ നല്ല അടി അടിച്ചു വണ്ടിക്കിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു റൗണ്ടും കൂടെ പോയിട്ട് വരാം. അപ്പോഴത്തേക്കും അവന്മാരെ കൈ കിട്ടും. അല്ലെ ഏതെങ്കിലും എനിമി സോണിൽ നിന്ന് കയറി വരും. അവന്മാരെ വണ്ടി ടിപ്പിച്ചിട്ടിട്ട് അടിച്ചിടാം എന്നും പറഞ്ഞുള്ളൊരു പ്ലാനിനാണ്. ഒരു റൗണ്ടും കൂടെ അടിക്കാമെന്ന് പറയും. റെഡിമേഡ് പറഞ്ഞു ആ അടിക്കാം എന്ന്. ഒരു റൗണ്ടും കൂടെ കറങ്ങിയിട്ട് വരാം. അപ്പോഴത്തേക്കും സോണും കുറച്ചും കൂടെ സ്ട്രിങ്ങാവെന്ന് പറഞ്ഞ് ഇരുന്ന് കറങ്ങി. അപ്പോൾ ആ മേളിൽ നമ്മളെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വളച്ച് ഈ ഒറ്റയിടി ഒരു കോപ്പിൽ സ്റ്റെപ്പ് കണ്ടില്ല. അവൻ അപ്പോഴേ പറഞ്ഞു ഇടിച്ചപ്പോഴേ പറഞ്ഞു വണ്ടി പൊട്ടിയടാ. സത്യം അവൻ പറഞ്ഞ നാക്കടത്തിൽ വണ്ടി പൊട്ടി. അവൻ ഒരുത്തനെ കണ്ടു നല്ല ഡാമടിച്ച് പൊട്ടിച്ച്. അവൻ്റെ വെസ്റ്റൊക്കെ തെറിച്ച് കാണും ഇപ്പോൾ. എന്നിട്ട് അവൻ ചത്തില്ല. അപ്പം ഞാൻ നേരെ പുഷ് ചെയ്യാന്ന് പറഞ്ഞു. ഓഹ് ഒരു ഗ്ലൂ
ഞാൻ ഗ്രനേഡ് കുക്ക് ചെയ്ത് അവൻ്റെ മണ്ടക്കോട്ടെറിയാന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതേ മേളി ഈ ക്യാരക്ടർ കാരണം മനുഷ്യന് ഇപ്പോൾ ഗ്ലൂ പോലും ഇടാൻ പറ്റില്ല. ടീമേറ്റ് റിവ്യൂ ചെയ്യുന്ന ടീമേറ്റ് വന്നു, അപ്പം അവന് ലൈഫ് ഫുള്ളാക്കി കൊടുത്ത് ക്യാരക്ടർ യൂസ് ചെയ്ത്. അടുത്തനടി എൻ്റെ ഗ്ലൂ വീണില്ല ഗൈസ്, എൻ്റെ ടച്ച് വർക്കില്ല. ഞാൻ പറഞ്ഞു അവിടെ കറങ്ങി കയറാം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും പെട്ടു സോൺ അടിച്ചാൽ. അപ്പോൾ അവൻ പറയും ഓക്കെ വാ കറങ്ങി കയറാം. അപ്പോൾ ഞാൻ പറയണം അമ്മമാരെന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് റഷ് ചെയ്യും, അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നേരെ അടിക്കാമെന്ന് പറഞ്ഞു. ഗണ്ണെടുത്ത് പിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഗണ്ണെല്ലാം ആക്കി എനിമിനെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ മേളോട്ട് കയറാമെന്ന് വെച്ച് മേളോട്ട് കയറി. നമുക്കിനി വേറെ 3 പേരും കൂടെ ഉള്ളു. ഞാൻ പറഞ്ഞു ഡാ 3 പേരും കൂടെ ഉള്ളു, സുഖമായിട്ട് ജയിക്കാം, ചുമ്മാ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വാ കയറി റഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുറച്ച് നേരം ഇവിടെ ഹോൾഡ് ചെയ്യാം, അവന്മാരെന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട റഷ് ചെയ്യണമെന്ന് പറഞ്ഞു, അവൻ്റെ റഷ് ചെയ്തേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ അന്നേ നീ കയറി പോകാൻ പറഞ്ഞു. കേട്ടോ ഞാനുണ്ടായാലും ഉള്ളൂ കാരണം അന്ന് ഇവിടെ ഇരിക്കും കുറച്ച് നേരം നമുക്ക് അടിക്കാം. ഞാൻ കുക്ക് ചെയ്തെന്ന് പറഞ്ഞു, പക്ഷെ അകത്തൊന്നും ലിറ്റ് വന്നില്ല. അപ്പോൾ നമ്മളുടെ ഡാമേജ് പോയി. അതുകൊണ്ട് കയറിയപ്പോൾ അതേ ഇരിക്കുന്നു കൊടുത്തടി. എന്നിട്ട് തന്നെ 2 കുത്തിപ്പിടിക്കൽ സ്പോട്ട് ചെയ്തിരുന്നു. അവൻ നല്ല ഡാമേജെന്ന് തോന്നുന്നു, കാരണം ടീമേറ്റിന് കില്ല് കിട്ടിയില്ല, നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. ഗ്രനേഡ് ഹുക്ക് ചെയ്തപ്പോൾ നമ്മൾ ചാടി നേരെ റൂമിൻ്റെ അകത്ത് കയറി. ഞാൻ പറയാം അവൻ ഇതിലമ്പടി വരും, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവൻ ഉടനെ പിന്നെ വീണ്ടകത്ത് നോക്കുന്നത് ബാക്കിൽ പിന്നെയും കുത്തിപ്പിടിച്ച് നോക്കും. അടുത്ത ഫ്രണ്ടിൽ എനിമി നേരെ നമ്മളവനെ ഫിനിഷ് ചെയ്തു. എങ്ങാനും പോയ അവൻ കില്ലേലും കിട്ടണമെന്നും പറഞ്ഞു. ടീമേറ്റിന് നോക്കായി. അവൻ പറഞ്ഞു 1 HP കയറി അടിക്കാൻ പറഞ്ഞു. ഞാൻ കയറി അടിച്ച്, പക്ഷെ കൊണ്ടില്ല. ഞാൻ പറഞ്ഞു അവൻ കാരണമാണ് ഗൈസ്. അവൻ പറഞ്ഞു 1 HP എന്ന് പറഞ്ഞ് കയറിയത്. ഞാൻ നോക്കിയൊന്നുമില്ല, എന്തായാലും പ്ലസ് നോക്കി ഗൈസ്, 25+ കിട്ടിയിട്ടുണ്ട്. ഗണ്ണിൻ്റെ പ്ലസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 100+ എന്തായാലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാണുന്നവരെ ഗുഡ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലാണ്.